പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയൊരു ട്രിക്സാണ്. നമ്മളെ ബാത്റൂമിലും പിന്നെ കിച്ചണിലും പിന്നെ ചിലപ്പോൾ ഔട്ട്ഡോറിലും വീട്ടിൻ്റെ ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പായിരിക്കാം. അതായത് മോട്ടറിൽ മുകളിൽ നിന്ന് ടാങ്കിൽ നിന്ന് മുതൽ വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂമിലും കിച്ചണിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇതേപോലെയുള്ള ടാപ്പുകളായിരിക്കാം. എല്ലാത്തിലും പ്ലാസ്റ്റിക് ആവണമെന്നില്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടാപ്പായിരിക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ഒരു ഫീല് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാരണം നമ്മൾ ലോക്ക് ചെയ്ത് അതായത് ടാപ്പ് പൂർണ്ണമായിട്ട് അടച്ചിട്ട് പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ക്ലോസ് ചെയ്താലും ചെറിയ രീതിയിൽ വെള്ളം അതിൻ്റെ അകത്ത് ലീക്കേജ് വരുന്നിട്ടുള്ള ഒരവസ്ഥ. അത് മിക്ക ടാപ്പുകളിലും അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ വാഷറിൻ്റെ കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ ടാപ്പ് കറക്റ്റ് രീതിയിൽ പോയി നടന്നിട്ടുള്ളതോ ഒക്കെ ആവാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇമേജസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോയാലും അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ലീക്ക് ചെയ്യുന്നുള്ള ഒരു പ്രവണത. ഇത് സ്വാഭാവികമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ ടാപ്പ് ഇതേപോലെ മാറ്റേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് ഉള്ളിൽ വാഷറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വരും. എന്നാൽ പക്ഷെ നിങ്ങൾക്കിതിപ്പോൾ കാണാൻ പറ്റും, ചെറിയതായിട്ടുള്ള ഒരു ടിപ്സ് 1 സെക്കൻഡ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ടാപ്പ് നമ്മൾ ടൈറ്റ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സിൽ ജസ്റ്റ് സ്ലോലി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിത് ഒരിക്കൽ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് അത് അടച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ലീക്കേജസ് വരുന്നുണ്ട്. വ്യക്തമായിട്ട് ഞാനിതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. പൈപ്പ് ലീക്ക് ആകുന്നുണ്ട്, വളരെ പതുക്കെ പുറകിലേക്ക് ഒരു ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം സ്റ്റോപ്പായി. ഇത്രേ കാര്യമുള്ളൂ, സിമ്പിളായിട്ട് നടക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇത്. നമ്മൾ അതിൻ്റെ പുറമെ വാഷറും അഴിച്ചു നോക്കുക, അങ്ങനത്തെ ഒരുപാട് വർക്കിലേക്കൊന്നും പോകണ്ട. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യം തീരും. ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.